ഹലോ അസ്സാം വലൈക്കും. അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ അതാ രാവിലെ നേരം വെളുത്തപ്പം ഞാൻ നേരത്തെ എണീച്ച് വന്നിട്ട് സ്കൂളില്ലാത്ത ദിവസമാണ്. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ എണീറ്റു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടു പോകണം. ഉമ്മാനെയും ഉപ്പാനെയും വന്നിട്ട് മനുപ്പാരുടെ നിന്ന് വന്നിട്ട് 10-15 ദിവസമായപ്പോൾ അവരെ കണ്ടിട്ടില്ല, കാണാൻ പോകണം. അപ്പോൾ ആ ഒരു ഇതിൽ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റതാണ്. അപ്പോൾ ഇന്ന് മുട്ടക്കറി ചപ്പാത്തിയായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് മുത്തുമോന് ഇങ്ങനെ പറയുന്നതാണ്. മുത്തുമോർക്ക് ആട്ടപ്പൊടിൻ്റെ കടിയേ ഇഷ്ടമുള്ളൂ. ഒന്നുകിൽ പൂരി അല്ലെങ്കിൽ ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് ഓന് ഒരു ദൂരവും തരുന്നില്ല. സ്കൂളില്ലാത്തെന്നെങ്കിലും അത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓനക്ക് അന്ന് സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ, ശനിയാഴ്ചയാണ്. റിഹാനക്ക് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. റിഹാൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിന് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം നേരത്തെ എണീറ്റതൊക്കെ. അതിന് പോയിട്ട് വേണം വീട്ടിലേക്ക് പോകാനെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്കതിന് പോകാൻ പറ്റിയില്ല. അതിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു 12 മണിയുടെ ഉള്ളിലൊക്കെ വീട്ടിലെത്തേണ്ട വേറൊരു അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോയതാണ് ഞാൻ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, നേരത്തെ എണീറ്റ് ചിലപ്പോൾ ചപ്പാത്തി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഞാൻ രാവിലെ 11:30 എത്തി. വീട്ടിൽ 11-12 മണിൻ്റെ ഉള്ളിലായിട്ട് എത്തി. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ട് ഇട്ടിട്ടില്ല, അതുവരെ ഇട്ടിട്ടില്ല. അതുവരെ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഒഴുകുന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ ആ കാര്യത്തിന് വേണ്ടി പോവുകയായിരുന്നു ഞാൻ. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ളതാണിത്. അപ്പോൾ വീട്ടിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആര് വന്നാലും ഞാനുള്ളപ്പോൾ ഞാൻ തന്നെയാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കൽ. വെറും ചോറാണെങ്കിൽ നോക്കും, പിന്നെ ഇപ്പോൾ നെയ്ച്ചോറാണെങ്കിൽ വെക്കും. അതുപോലെ ബിരിയാണി, മന്തി, കപ്സ അങ്ങനത്തെ ഉമ്മാക്ക് വെക്കാൻ കഴിയില്ല. എപ്പോഴും ഞാനുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ നാത്തൂനുണ്ടാവലുണ്ട്, ആരെങ്കിലും ആയിട്ട് ഉണ്ടാവലുണ്ട്. ആരുമില്ലെങ്കിൽ ഞാനില്ലാത്ത ടൈമിലാണെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നമ്മ വിളിക്കലാണ്. അപ്പോൾ ഞാൻ പോവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉമ്മാക്കറിയില്ല. അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഞാൻ രാവിലെ അങ്ങ് പോയി. മുത്തുമോനെ സ്കൂളിട്ടിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനും റിഹാനും രാവിലെ പോയി. പിന്നെ കാക്കു വൈകുന്നേരത്തേക്ക് രാത്രിയിൽ വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മന്തിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ മന്തി പരിപാടിയാണ്. അപ്പോൾ ഒരു 4 മണിക്കൊക്കെ ഞാനിത് ഉണ്ടാക്കാൻ നിന്നത്. കഴിഞ്ഞിട്ട് വേണം മൂത്താപ്പാട എവിടെയും പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ മൂത്താപ്പാടെങ്കിലും ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഒന്ന് പെട്ടെന്ന് എല്ലാവരും ഒന്ന് കണ്ടുപോയതാണ്. താത്താൻ്റെ കൂടെയും പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ താത്താൻ്റെ കൂടെ ഒന്ന് പെട്ടെന്ന് പോയി പോന്നിരുന്നു. പക്ഷെ പിന്നെ പോകണമെന്ന് വിചാരിച്ച് പിന്നെ പോകാൻ കൂടിയില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു മന്തി ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ 8:30 ആകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് 9 മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോരും ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് തുന്നാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുന്നൊക്കെ വേണേനും. അപ്പോൾ അതിന് വേണ്ടി പോകുന്നത്. പിന്നെ ഞാൻ മെഷീൻ ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ടോ. മെഷീൻ്റെ മേൽഭാഗം എടുത്തിട്ട് അതിന് ഞാനൊരു മോട്ടറൊക്കെ വാങ്ങിയിട്ട് ഞാൻ മെഷീൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ മന്തിയും അതുപോലെ തന്നെ പിന്നെ മയോണീസും ചട്നിയും എല്ലാം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ മൂത്താപ്പാൻ്റെ മകനെ ഇവിടുത്തെ ഇവരെ കാക്കൂൻ്റെ മൂത്താപ്പാൻ്റെ മകനെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങൾ അതിൽ വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വരുമ്പോൾ പിന്നെ ഇമ്മ കുറച്ച് സാധനങ്ങളൊക്കെ തന്നു. പച്ചക്കറിയൊക്കെ അങ്ങനത്തെ ചേന, ചേമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ കുറച്ചൊക്കെ അമ്മഎനിക്ക് എടുത്ത് തന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞങ്ങൾ പോകുന്നു. അവിടെ നിൽക്കണില്ല, പോരുക എന്ന് പറഞ്ഞാൽ പോകുന്നു കേട്ടോ. ഇത് പിന്നെ ആ സാധനങ്ങളാണ്. അത് ഞാനൊന്ന് വീഡിയോ എടുത്തു. അപ്പോൾ എനിക്ക് മിക്സി തറവാട്ടത്തെ മിക്സി ആയിരുന്നു. അപ്പോൾ അത് ഇളയച്ചിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഞാനത് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഓള് വരാനായി. അപ്പോൾ അതവിടെ കൊണ്ടുവച്ച് ഞാൻ വീട്ടിലത്തെ പഴയൊരു മിക്സി ഉണ്ട്, ഞാൻ മിക്സി എടുത്തിട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.